ഈ ചേരാത്ത ഡ്രസ്സൊക്കെ ഇടുന്നേ? ചേരാത്ത ഡ്രസ്സോ? നിന്നോട് ആരും പറഞ്ഞു ചേരാത്ത ഡ്രസ്സാണെന്ന്? ആ, അതിനി ആരെങ്കിലും പറയണോ? കണ്ടാ തന്നെ അറിയത്തില്ല ചേരാത്ത ഡ്രസ്സാണെന്ന്. അയ്യടാ, നിന്നെ പ്രസവിക്കുന്നതിന് മുമ്പേ ഞാൻ ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സ് മാത്രമേ ഇടാറുണ്ടായിരുന്നുള്ളൂ. അന്ന് എന്റെ സൗന്ദര്യം കണ്ടിട്ട് മണിരത്ന സാറ് വരെ എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. പിന്നെ വിധി, അതുമല്ല അച്ഛന് സമ്മതിച്ചില്ല പോവാൻ. അല്ല, മണിരത്നത്തിന്റെ പടം കിട്ടിയ കഥ പറയായിരുന്നു. മണിരത്ന സാറിന്റെ സിനിമ കണ്ടിട്ടുണ്ട്, നമ്മൾ വേറെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. ഭയങ്കര അഹങ്കാരം തന്നെ. ആ, ഇനി അച്ഛൻ മാത്രമേ ഇത് പറയാനുള്ളൂ. ഇവളോട് ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുകയാണ് എനിക്ക് അഹങ്കാരം. മോളുടെ കാര്യം എല്ലാം പറഞ്ഞത് ആ മുത്തു. ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നിട്ട് അവന് കറി വെക്കാൻ വയ്യ. അവനൊരു മുട്ട പണി കൊടുക്കണം. ഇനി അതിന്റെ പേരിൽ ഇനി പണി കൊടുക്കാനൊന്നും പോണ്ട. അച്ഛന് ഞാൻ വരാൻ നേരത്ത് ചിക്കൻ കറിയോ മട്ടൻ കറിയോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് വരാം. നീ എന്നോട് പോകും? അമ്മ ഇല്ലാത്തത് കൊണ്ട് ഞാനും പ്രശോഭേട്ടനും കൂടി ക്ലബിലൊക്കെ പോയി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ചു പൊളിച്ചിട്ട് വരാന്ന് വിചാരിച്ചു. കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ലേ ക്ലബിലോട്ടോ? അച്ഛൻ മോളെ അവര് കേറ്റത്തില്ല. അതിനല്ല അച്ഛനോട് അവളെ നോക്കാൻ വരാൻ പറഞ്ഞേ. അപ്പൊ കൊച്ചിനെ നോക്കലാണ് എന്റെ ജോലി. യെസ് പിങ്കി, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ടാറ്റാ. അയ്യോ, എന്നെ ഈ വേഷത്തിലൊക്കെ കണ്ടിട്ട് ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. എനിക്ക് ഈ വേഷം ഇട്ടോണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്? അച്ഛാ, കണ്ണാടി മറന്നുപോയി. സൂക്ഷിച്ചു പോണേ. ടാറ്റാ. മോളെ, നിന്റെ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? അമ്മേ, അച്ഛമ്മ ഇല്ലാത്തടെ ആഘോഷിക്കാൻ പോയേക്ക. നമുക്ക് ഇവിടെ ആഘോഷിക്കാം. പിന്നെന്താ? അപ്പനും മോളും കൂടെ ഇന്ന് ഇവിടെ ഒരു ക്ലബ് ആകും. ഇടയില മുത്തുവിനെ വെറുതെ വെറുപ്പിക്കണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു കുപ്പിയും വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് ക്ലബ് ആക്കാമായിരുന്നു. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്, തൊഴിലാളികൾ വെറുപ്പിക്കരുത്. ഒന്നുമില്ല, അടിച്ചു പൊളിക്കാം. പ്രതീക്ഷേ, എനിക്കൊന്ന് പ്രശോഭേട്ടന്റെ ഓഫീസിലോട്ടാക്കോ? ഒന്ന് പോയേട്ടതി അവിടെ നിന്ന്. എനിക്ക് വേറെ പരിപാടിയുണ്ട്. ഏട്ടത്തി ഒരു കാര്യം ചെയ്യും, വല്ല ഊബർ വല്ല എടുത്ത് പോകാൻ നോക്ക്. അല്ല, ഇതെന്താ ഈ വേഷത്തിൽ? ഇതെന്റെ ന്യൂ ഫാഷനാണ്. കൊള്ളാവോ? ഞഞ്ഞായിട്ടുണ്ട്. താങ്ക് യു. വെൽക്കം. നോ മെൻഷൻ. ആഹാ, കുഞ്ഞ് നന്നായിരുന്നാ? മനുവിന് എങ്ങനെയുണ്ട്? ഓക്കെ വരുന്നുണ്ടോ? ആ, പിന്നെ കൊച്ചമ്മ ദുബായ് വരെ ഒന്ന് പോയി. നാളെ രാവിലെ ഇങ്ങ് വരും. കുഞ്ഞിനടുത്തൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ദുബായ്? സുരഭി എവിടെ? സുരഭി ബാഗും തൂക്കി പുറത്തേക്ക് പോകുന്നുണ്ട്. പുറത്തേക്കോ? ഓ, എങ്ങോട്ട് പോകുന്ന പറഞ്ഞിരുന്നോ? അതൊന്നും പറഞ്ഞില്ല. കമലാരക്ഷരം ഇങ്ങോട്ടും മിണ്ടിയില്ല, ഞാനും അങ്ങോട്ടും മിണ്ടിയില്ല. എന്ത് ഫുഡ് വല്ലതും എടുത്ത് വെക്കണോ?